everyone, welcome back to Baby's Magic Desk. ചോക്ലേറ്റ് ഗണാഷിൽ കവർ ചെയ്തിട്ടുള്ള നല്ലൊരു ഹാർട്ട് ഷേപ്ഡ് കേക്കാണിത്. എങ്ങനെയാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യം ഞാൻ കേക്ക് ബോർഡ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷേപ്പിൽ 3 ലെയേഴ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബോർഡ് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒന്നുകൂടെ ഫിനിഷിങ് ഉണ്ടാവും. അത് കുറച്ച് ഒരു എക്സ്ട്രാ കൊടുത്തിട്ടാണ്, സ്പഞ്ചിനേക്കാളും എക്സ്ട്രാ കുറച്ച് വരുന്ന രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഔട്ടർ കവറിങ് ചെയ്യുമ്പോഴും ഒരു നല്ല ഗൈഡ് ലൈൻ കിട്ടും. നമുക്കത് സ്ക്രേപ്പ് ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഗ്ലേസ് ഒഴിക്കുമ്പോഴും സൗകര്യമായിരിക്കും. ഈ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെയും ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒക്കെ റെസിപ്പികൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഗനാഷ് കൊണ്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം അകത്ത് വേറെ എന്തെങ്കിലും ഫില്ലിങ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട്. ഞാനിവിടെ വിപ്ഡ് ക്രീം തന്നെയാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ഔട്ട്ലൈനായിട്ട് ഗനാഷ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഔട്ടർ കവറിങ് ചെയ്യണത് ഗനാഷിലാണ്. അപ്പോൾ ഈ ക്രീം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത് ഗനാഷ് വെച്ചിട്ട്. ഫില്ലിങ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ക്രീം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് കാരമൽ സോസ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫ്രൂട്ട് ഫില്ലിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ അകത്ത് കൊടുക്കാം. പക്ഷേ ഔട്ട്ലൈനായിട്ട് 1-2 ലെയർ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി ലെയേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എവിടെയെങ്കിലും നമ്മുടെ അകത്തുള്ള ഫില്ലിങ് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗം കൂടെ ഗനാഷ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് മാത്രം ക്രം കോട്ട് ചെയ്ത് കേക്ക് കവർ ചെയ്യാം. പിന്നെ ഓരോ ലെയറും ഷുഗർ സിറപ്പിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ, ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. മുകൾ ഭാഗത്തും കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ഗനാഷ് കൊണ്ട് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാം. ഗനാഷിൻ്റെ ഒരു ഫ്ലാറ്റ് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഫ്ലാറ്റ് നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാസ്ക്കറ്റ് വീവിനൊക്കെ ഉപയോഗിക്കുന്ന നോസിലാണ്. അത് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഈവൺ ലെയർ കിട്ടും. റൗണ്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഈവൺ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണതിൻ്റെ മുന്നേ വേണമെങ്കിൽ നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. ഞാനിത് ക്രം കോട്ട് ചെയ്യാത്തത് ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരു കേക്ക് ആയതുകൊണ്ടാണ്. ക്രം കോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഗനാഷ് എടുത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ആ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഗനാഷ് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള തിക്കായിട്ടുള്ള ഗനാഷ് വെച്ചിട്ട് മൊത്തം കവർ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നല്ല ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ കേക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്ലേസ് ഒഴിച്ച് കൊടുക്കണം. ഗ്ലേസ് ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുകളിൽ ഒരുപാട് സ്മൂത്താക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഗ്ലേസ് ഒഴിക്കുമ്പോൾ അതങ്ങ് കവറായി പോയിക്കോളും. ഈ കേക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷിൻ്റെ 1:1 റേഷ്യോയിലുള്ള ഗ്ലേസ് റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലേസ് ഒഴിക്കാൻ ഞാൻ ഇതുപോലൊരു ഹൈറ്റുള്ള പാത്രത്തിൻ്റെ മുകളിൽ കേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗം കവർ ചെയ്യണ രൂപത്തിൽ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എക്സ്ട്രാ ഫ്ലോ ചെയ്യണ
ഗനാഷ് ഒരു പാത്രത്തിൽ കളക്റ്റ് ആവുന്ന രൂപത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആ ഗനാഷ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലേസ് ഫ്ലോ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് സൈഡ് ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഇതേ സെറ്റപ്പിൽ തന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എക്സ്ട്രാ ഫ്ലോ ചെയ്യാനുള്ള ഗനാഷൊക്കെ താഴെ ഫ്ലോ ചെയ്തതിന് ശേഷം അത് സ്ക്രേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബോർഡിലോട്ട് മാറ്റാൻ. ഇപ്പോൾ കേക്ക് ഗ്ലേസ് ഒഴിച്ച് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഇതുപോലെ കുറച്ച് സ്പ്രിങ്കിൾസ്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് പേപ്പർ വിരിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ഒരു ഹൈറ്റിൽ ആണ് കേക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ബോട്ടം എഡ്ജിൽ ഇതുപോലെ സ്പ്രിങ്കിൾസ് അറ്റാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ താഴെ വീഴുന്ന സ്പ്രിങ്കിൾസ് ബേക്കിംഗ് പേപ്പറിലായതുകൊണ്ട് നമുക്കത് എടുത്തിട്ട് വീണ്ടും കേക്കിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി കേക്കിൻ്റെ മുകളിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡെക്കറേഷൻ വർക്കൊക്കെ കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഹാർട്ട് ഷേപ്പിലുള്ള കുക്കി കട്ടേഴ്സാണ്. ലെമൺ ജ്യൂസിൽ ഗോൾഡ് ഡസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതുപോലെ കുക്കി കട്ടേഴ്സ് ആ ഗോൾഡ് ഡസ്റ്റിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ പതുക്കെ വെച്ച് കൊടുക്കുക. കുക്കി കട്ടേഴ്സ് വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷം കുറച്ച് ഗോൾഡ് പേൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് കേക്കാണിത്. ഇതിൻ്റെ സൈഡിൽ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചോക്ലേറ്റ് നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്, ലോഗോ നെയിമും കൊടുത്തിട്ടുണ്ട്. ഈ ലോഗോയും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് നെയിം ബോർഡും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സിമ്പിൾ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്ത് എലഗൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്.